എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 13 അവസാന ഭാഗമാണിന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് വേനൻ ജനിക്കാനുണ്ടായ കാരണം മൈത്രേയ മഹർഷി വിദുരരോട് പറയുകയാണ്. അംഗരാജാവിൻ്റെ പുത്രനായിട്ടാണ് വേനൻ ജനിക്കുന്നത്. ദുഷ്ടനായ ആ മകൻ്റെ കർമ്മം കണ്ട് മനസ്സ് വേദനിച്ച് രാജ്യം ഉപേക്ഷിച്ച് അംഗരാജാവ് പോവുകയാണ് വനത്തിലേക്ക്. അപ്പോൾ അതിനുശേഷം വേനൻ്റെ ദുഷ്ടത കൂടിയപ്പോൾ മഹർഷിമാർ വേനനെ ശപിച്ചു. പിന്നീട് ലോകം മുഴുവൻ ഒരു അരാജകത്വം വന്നു. ഭരിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വന്ന് കള്ളന്മാരുടെയും ദുഷ്ടന്മാരുടെയും നീചപ്രവർത്തികളാൽ ജനങ്ങൾ വലയാൻ തുടങ്ങിയപ്പോൾ ഈ വേനൻ്റെ ഇടത് കൈയിനെ കടഞ്ഞെടുത്ത് പൃഥു മഹാരാജാവ് ജനിച്ചു എന്ന് മൈത്രേയ മഹർഷി പറഞ്ഞപ്പോൾ വിദുരർ കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഇത്രയും നല്ല സത്സ്വഭാവമുള്ള ഒരു സജ്ജനമായിരിക്കുന്ന അംഗരാജാവിനെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദുഷ്ടപുത്രൻ ഉണ്ടായത്? മഹർഷിമാർ വേനനെ ശപിച്ചു ഭസ്മമാക്കി കളയാൻ മാത്രം വേനൻ ഇത്രയ്ക്ക് വലിയ ദുഷ്പാപ പ്രവൃത്തി എന്താണ് ചെയ്തത്? ഇവിടെ ഒരു അധർമ്മം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വേനൻ ഒരു സാധാരണക്കാരനല്ല, രാജാവാണ്. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു രാജാവ് എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പാപം ചെയ്താൽ പോലും പ്രജകൾക്ക് അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. അതാണ് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് മഹർഷിമാർ അദ്ദേഹത്തെ ശപിച്ചു? അദ്ദേഹം മരണം വരെ സംഭവിക്കാൻ കാരണമാകുന്ന ശാപം എന്തുകൊണ്ട് കൊടുത്തു? അതൊക്കെയാണ് വിദുരരുടെ സംശയം. അപ്പം മൈത്രേയ മഹർഷിയോട് വിശദമായി പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വേനൻ്റെ പിതാവായിട്ടുള്ള അംഗരാജാവ് ഭാര്യ സുനീത, ഇദ്ദേഹം ഒരിക്കൽ ഒരു അശ്വമേധ യാഗം നടത്തുകയാണ്. അപ്പോൾ ഈ യാഗം അംഗരാജാവ് യാഗത്തിൻ്റെ യജമാനനാണ്, അദ്ദേഹമാണ് അത് നടത്തുന്നത്. പക്ഷെ അദ്ദേഹം ക്ഷത്രിയനും അഗ്നി ഹോമം അല്ലെങ്കിൽ യാഗം ചെയ്യുക എപ്പോഴും ബ്രാഹ്മണരാണ്, പുരോഹിതരാണ്. അപ്പോൾ ഇവരവിടെ ഇരുന്ന് ആ യാഗാഗ്നിയിലേക്ക് ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുമ്പോഴും അതാത് ദ്രവ്യങ്ങളെ ഓഹരിയെ ആ യജ്ഞത്തിൻ്റെ ഭാഗത്തെ ഓഹരിയെ സ്വീകരിക്കാൻ ദേവന്മാർ ആരും വരുന്നില്ല. അവർ ഈ യജ്ഞഭാഗം സ്വീകരിക്കുന്നതുമില്ല. ഇത് കണ്ടപ്പോൾ അവർ രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ ദൃഢവ്രതത്തോടെ വന്ന പുരോഹിതന്മാർ ഒരു തെറ്റും കൂടാതെ വേദമന്ത്രങ്ങൾ ന്യൂനതകളില്ലാതെ ചൊല്ലുന്നു. അതുപോലെ ഇവിടെ യാഗാഗ്നിയിലേക്ക് അർപ്പിക്കുന്ന ദ്രവ്യം ശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി തയ്യാറാക്കിയ ദ്രവ്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ യജ്ഞഭാഗത്തെ സ്വീകരിക്കാൻ ദേവന്മാർ ഇവിടെ വരാത്തത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല രാജാവേ. ഒരല്പം പോലും അതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ രാജാവ് പറയുകയാണ്, വളരെ വിഷമം തോന്നി അദ്ദേഹത്തിന്. കാരണം എല്ലാം നല്ലൊരു മനുഷ്യനാണ്, ഒരു സാധുവാണ്. എല്ലാം നന്നായി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊരു യാഗം നടത്തിയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ട് വിധിപ്രകാരം ചെയ്തിട്ടും ദേവന്മാർ അത് സ്വീകരിക്കാൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം തോന്നി. അപ്പോൾ ആ പുരോഹിതന്മാരോട് അനുവാദം ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇനി ഈ സദസ്സിലിരിക്കുന്ന മറ്റു പുരോഹിതന്മാരോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, എന്നിൽ നിന്ന് എന്ത് തെറ്റാണ് വന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ജന്മത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അനുവാദം കൊടുത്തു. അങ്ങനെ അംഗരാജാവ് സദസ്സിലുള്ള മറ്റു പുരോഹിതന്മാരോട് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ നടത്തുന്ന ഈ യജ്ഞത്തിൻ്റെ ഭാഗം സ്വീകരിക്കാൻ ദേവന്മാർ വരാത്തത്? എനിക്കതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ സദസ്സിലിരിക്കുന്ന പുരോഹിതന്മാർ അദ്ദേഹത്തിനോട് പറയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ ജന്മത്തിൽ അങ്ങ് ഒരല്പം പോലും പാപം ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങേക്ക് മുൻ ജന്മത്തിലെ ഒരു പാപത്തിൻ്റെ കറ
കർമ്മഫലം കെടുപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങേക്ക് ഈ ജന്മത്തിൽ സന്താന സൗഭാഗ്യമില്ലാത്തത്. മക്കളില്ല. അംഗരാജാവിന് സുനീത എന്ന പത്നിയിൽ മക്കളില്ല, സന്താന സൗഭാഗ്യം ഇല്ലാത്തത് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയാണ്, അതുവരെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഇനി അതിൻ്റെ ബാക്കി പറയാണ് ശ്ലോകം 32. തഥാ സാധയാ ഭദ്രം തേ ആത്മാനം സുപ്രജം നൃപ ഇഷ്ട തേ പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭുക്ക്. തഥാ ആയതിനാൽ, അതുകൊണ്ടാണ്, അപ്പം മുൻജന്മത്തിലെ കർമ്മഫലം, അതുകൊണ്ടാണ് അങ്ങേക്ക് സന്താന സൗഭാഗ്യം മക്കളില്ലാതെ പോയത്. ആയതിനാൽ ഭദ്രം തേ, അങ്ങേക്ക് മംഗളം സംഭവിക്കട്ടെ. ആ പുരോഹിതന്മാർ, സദസ്സിലിരിക്കുന്ന പുരോഹിതന്മാർ പറയാണ് അംഗരാജാവിനോട് അങ്ങേക്ക് മംഗളം സംഭവിക്കട്ടെ. ഇനി പറയാണ്, ഹേ നൃപ, അല്ലയോ രാജാവേ, അങ്ങ് ആത്മാനം, അങ്ങ് സുപ്രജം, അങ്ങയ്ക്ക് ഒരു പുത്രനുണ്ടാകാൻ ആഗ്രഹിച്ച്, പുത്രനെ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സാധയ, അങ്ങ് ആ യജ്ഞം അനുഷ്ഠിക്കണമെന്ന്. ആ യാഗം ചെയ്യുമ്പോൾ ഉള്ളിൽ ഈ ഒരു ആഗ്രഹത്തെ നേടാൻ വേണ്ടി അങ്ങ് ഈ യാഗം ചെയ്യണം. അംഗരാജാവ് ഒരു രാജർഷിയാണ് എന്ന് നമ്മൾ ഇന്നലെ പറയുന്നതായിട്ട് കേട്ടു അല്ലേ. നല്ല ഒരു നിഷ്കാമമായി കർമ്മം ചെയ്യുന്ന ഒരു സാത്വികനാണ്, ഒരു രാജർഷിയാണ്, ഒന്നിനോട് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ സന്താനങ്ങളില്ല എന്നതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. പക്ഷെ അതിനു വേണ്ടി അങ്ങനെ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. മക്കളുണ്ടാവാൻ വേണ്ടി കുറേ യാഗം ചെയ്യണം, യജ്ഞം ചെയ്യണം എന്നൊന്നും അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. മക്കളില്ല എന്നതിലൊരു ദുഃഖമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു അശ്വമേധ യാഗം അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ടല്ല ചെയ്യുന്നത്, എല്ലാം ശുഭകരമാവണം എന്ന് കരുതി മാത്രം അനുഷ്ഠിക്കുന്നതാ. അപ്പൊ ഈ പുരോഹിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങ് ചെയ്യുന്ന ഈ അശ്വമേധ യാഗത്തിലെ യാഗഭാഗം ഓഹരി സ്വീകരിക്കാൻ ദേവന്മാർ വരണില്ല. ആ ദേവന്മാർ ഇവിടെ വരണമെങ്കിൽ അങ്ങ് മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം വെക്കണം, മനസ്സിലായ? ആ ആഗ്രഹത്തെ നേടിയെടുക്കാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു യാഗം അനുഷ്ഠിക്കണം. അതാണ് ആ പറഞ്ഞത്. ഹേ നൃപ, അല്ലയോ രാജാവേ, ആത്മാനം സുപ്രജം, അങ്ങേക്ക് ഒരു സുപ്രജം, ഒരു മകനെ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അതിനായി പ്രാർത്ഥിച്ചിട്ട് സാധയ, അങ്ങ് ഈ ഒരു അശ്വമേധ യാഗം, ഇപ്പം മനസ്സിൽ ഈ ഒരു സങ്കല്പം വെച്ചിട്ട് അങ്ങ് ഈ ഒരു യാഗം ചെയ്യൂ, ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് യജ്ഞഭുക്ക്, എല്ലാ യാഗം, പൂജ, യജ്ഞം ഇതിനെയൊക്കെ ഭോക്താവ് ശരിക്കും ആരാണ്? സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു അല്ലേ. അദ്ദേഹത്തെ നന്നായി ആരാധിക്കുക, പൂജിക്കുക, മനസ്സിൽ ഈ ഒരു ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ തേ പുത്രകാമസ്യ, തേ അങ്ങയുടെ ഒരു സന്താനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തെ പുത്രം ദാസ്യതി, ആ ഒരു പുത്രനെ ആ ഭഗവാൻ അങ്ങേക്ക് നൽകും. അപ്പം അവർ ഉപദേശിച്ചത് ഇതാണ്, ഒരു ആഗ്രഹവും ഇല്ലാതെ നിഷ്കാമമായിട്ടാണ് അങ്ങ് ഈ യാഗം നടത്തുന്നത്. അങ്ങനെയല്ല, അങ്ങയ്ക്കൊരു കുറവുണ്ട്. ആ കുറവ് സന്താനമില്ല എന്നുള്ളതാണ്. അത് അങ്ങയുടെ മുൻജന്മത്തിലെ ഒരു പാപത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതാ, കർമ്മഫലമാണ്. സന്താന സൗഭാഗ്യം ഈ ജന്മത്തിൽ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം അങ്ങ് എന്ത് ചെയ്യണം? ഈ ഒരു യജ്ഞം ചെയ്യേണ്ടത് മനസ്സിൽ ഒരു കുഞ്ഞുണ്ടാവണം, ഒരു മകനെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരെ? എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവായി സ്വീകർത്താവായിട്ടിരിക്കുന്ന യജ്ഞേശ്വരനായിരിക്കുന്ന മഹാവിഷ്ണുവിനോട് അങ്ങ് പ്രാർത്ഥിച്ച് അത് ആ ഒരു സങ്കല്പം വെച്ചുകൊണ്ട് അങ്ങ് ഈ ഒരു അശ്വമേധയാഗം അനുഷ്ഠിക്കുക, നടത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങയുടെ ആഗ്രഹം എന്താണോ, ഒരു സന്താന സൗഭാഗ്യമല്ലേ, അത് തീർച്ചയായിട്ടും ആ ഭഗവാൻ പുത്രനെ, അങ്ങനെ ഒരു പുത്രനെ ദാസ്യതി, മഹാവിഷ്ണു അങ്ങേക്ക് നൽകും. ഇതാണ് ആ പുരോഹിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞത് കേട്ടോ. അപ്പം ശ്ലോകം 33. അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും അതുവരെ ഇല്ലാത്ത ഒരു സങ്കല്പം, ഒരു ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ യജ്ഞം നടത്താൻ പോവുകയാണ്. തഥാ സ്വഭാഗതേയാനി ഗ്രഹീഷ്യന്തി ദിവൗകസ യത് യജ്ഞപുരുഷഃ സാക്ഷാത് അപത്യായ ഹരിഹി വൃതഃ. തഥാ ആയതിനാൽ സ്വഭാഗദേയാനി, അതായത് യജ്ഞത്തിലെ അവരവരുടെ ഭാഗങ്ങൾ അതിനെ ഗ്രഹീഷ്യന്തി സ്വീകരിക്കുവാൻ ദിവാ ഓഗസ, ദേവന്മാരെല്ലാം അവിടെ എത്തിച്ചേരും. മനസ്സിലായ? ആയപ്പോൾ രാജാവ് അതേപോലെ തന്നെ മനസ്സിൽ ഈ ഒരു സങ്കല്പം വെച്ചിട്ട് യജ്ഞം ചെയ്യാനായിട്ട് തുടങ്ങാണ്. അപ്പം അങ്ങനെ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ദേവന്മാരെല്ലാവരും അവരവരുടെ യജ്ഞഭാഗം സ്വീകരിക്കാൻ വരും.
കാരണം എന്താ? രാജാവ് ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഈ ദേവന്മാരുടെയും ഒക്കെ ദേവനായിരിക്കുന്ന, എല്ലാ യജ്ഞങ്ങളുടെയും ഈശ്വരനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മഹാവിഷ്ണു കേട്ടിട്ട് ഈ യജ്ഞത്തിലേക്ക് ആ ഭഗവാൻ അത് സ്വീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് ദേവന്മാർക്ക് അവിടെ വന്നേ പറ്റൂ. മനസ്സിലായോ? അതാണ് പറയുന്നത്. അപ്പോൾ ആയതിനാൽ ഈ യജ്ഞത്തിൻ്റെ അവനവൻ്റെ ഓഹരി സ്വീകരിക്കുവാൻ ദേവന്മാരെല്ലാം അവിടെ എത്തിച്ചേരും. കാരണം യജ്ഞപുരുഷ സാക്ഷാൽ യജ്ഞപുരുഷനായ എല്ലാ യജ്ഞങ്ങളുടെയും നേതാവായ ഈശ്വരനായ മഹാവിഷ്ണു ഹരിഹി അപത്യായ ഒരു പുത്രനെ വേണമെന്ന അങ്ങയുടെ ആഗ്രഹത്തെ സാധിച്ചു തരാനായിട്ട് അദ്ദേഹം വൃതഹ അവിടെ തീർച്ചയായിട്ടും ഈ അശ്വമേധ യാഗശാലയിലേക്ക് ഭഗവാൻ മഹാവിഷ്ണു വരും. യജ്ഞേശ്വരനായ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റ് ദേവന്മാർക്ക് വരാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായും എല്ലാവരും അവനവൻ്റെ ഓഹരി സ്വീകരിക്കും ഇവിടെ വന്നിട്ട്. അതാണ് ആ പുരോഹിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ അങ്ങ് ഇത്രയും നേരം നിഷ്കാമമായി അത് ചെയ്തു. ഇനി അങ്ങനെയല്ല, അങ്ങയ്ക്കൊരു ന്യൂനതയുണ്ട്, സന്താന സൗഭാഗ്യമില്ല. അപ്പോൾ ഒരു പുത്രനെ വേണമെന്ന ആഗ്രഹത്തോടു കൂടി അങ്ങ് ഈ അശ്വമേധയാഗം നടത്തുക. അതിനായി മഹാവിഷ്ണുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാൻ തീർച്ചയായും അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരാനായിട്ട് ഈ യജ്ഞശാലയിലേക്ക് പുരോഹിതന്മാർ നടത്തുന്ന ആഹൂതി ക്ഷണം സ്വീകരിച്ച് മഹാവിഷ്ണു അങ്ങയ്ക്കൊരു പുത്രനെ, സന്താനത്തെ നൽകാനായിട്ട് വരും. മഹാവിഷ്ണു യജ്ഞേശ്വരനായ ഭഗവാൻ മഹാവിഷ്ണു വന്നാൽ പിന്നെ മറ്റു ദേവന്മാർക്ക് അവരവരുടെ ഓഹരി സ്വീകരിക്കാൻ വരാതിരിക്കാൻ പറ്റില്ല. അപ്പം എല്ലാ ദേവന്മാരും അവിടെ വന്ന് അതാത് ഓഹരി സ്വീകരിച്ചു പോവും. അങ്ങയുടെ കുറവെന്താ? മക്കളില്ല എന്നുള്ളത്. ആ സൗഭാഗ്യവും അങ്ങയ്ക്ക് ലഭിക്കും, ഒരു സന്താനത്തെയും അങ്ങയ്ക്ക് കിട്ടും. ഇതാണ് അവർ പറഞ്ഞത്. ശ്ലോകം 34. എന്നിട്ട് അവർ പറഞ്ഞു, താൻ കാമാൻ ഹരിഹി ദദ്യാത് യാൻ കാമയതേ ജനഃ ആരാധിതഃ യഥാ ഏവ യേഷ തഥാ പുംസാം ഫലോദയ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ താൻ കാമാൻ അതാത് ആഗ്രഹങ്ങളെ ഹരിഹി ഭഗവാൻ മഹാവിഷ്ണു ദദ്യാത് തീർച്ചയായിട്ടും തരും. യാൻ കാമയതേ ജനങ്ങള് മനുഷ്യര് യാൻ എന്തൊക്കെയാണോ ആഗ്രഹിച്ച് വേണമെന്ന് വിചാരിച്ച് കാമാൻ ആഗ്രഹിക്കുന്നത് താൻ അതിനെയൊക്കെ ആ ഭഗവാൻ മഹാവിഷ്ണു അവന് നൽകും. അത് എങ്ങനെ നൽകുന്ന? ആരാധിതഃ യഥാ ഏവ ഏത് രീതിയിലാണോ, ഏത് സങ്കല്പം വെച്ചാണോ ആ ഭഗവാനെ ആരാധിക്കുന്നത്, ഏഷ ആ ഭഗവാൻ തഥാ അതുപോലെ പുംസാം മനുഷ്യർക്ക് ഫലോദയ അതിൻ്റെ ഫലത്തെയും നൽകും. കണ്ടോ? അപ്പോൾ ആ സങ്കല്പമാണ് അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഏത് സങ്കല്പം വെച്ചാണ്, അല്ലെങ്കിൽ എന്ത് ആഗ്രഹം വെച്ചാണ് നമ്മൾ ആ ഭഗവാനെ ആരാധിക്കുന്നത്, ഭഗവാൻ അതാണ് നമുക്ക് സാധിച്ചു തരുന്നതെന്ന്. അപ്പോൾ മനുഷ്യൻ ഏതൊക്കെ ആഗ്രഹങ്ങൾ കൊണ്ടാണോ നേടണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെയാണ് ആ ഭഗവാൻ മഹാവിഷ്ണു നമുക്ക് നൽകുന്നത്. അപ്പോൾ ഏത് രീതിയിൽ, ഏത് സങ്കല്പം വെച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ സങ്കല്പമാണ് നമുക്ക് സാധ്യമാവുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം അശ്വമേധയാഗം അങ്ങ് നടത്തുമ്പോൾ ഒരു പുത്രനെ വേണമെന്ന ആഗ്രഹം വെച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കൂ. തീർച്ചയായും ഭഗവാൻ അങ്ങയിൽ പ്രസാദിച്ച് ഒരു പുത്രനെ നൽകും എന്ന് ആ പുരോഹിതന്മാർ അദ്ദേഹത്തിനെ ഉപദേശിച്ചപ്പോൾ ശ്ലോകം 35 ഇതി വ്യവസിത വിപ്ര തസ്യ രാജ്ഞഃ പ്രജാതയേ പുരോഡാംശം നിരവപൻ ശിബിവിഷ്ടായ വിഷ്ണവേ. ഇതി ഇപ്രകാരം വ്യവസിത തീരുമാനിച്ച്, ഇതൊക്കെ കേട്ടപ്പോൾ സദസ്സിലെ പുരോഹിതന്മാർ പറയുന്നതെല്ലാം കേട്ടപ്പോൾ യാഗം ചെയ്യാനായി ഇരിക്കുന്ന പുരോഹിതന്മാർക്ക് ശരിയാണെന്ന് മനസ്സിലായി. അവർ തീരുമാനിച്ചുറപ്പിച്ച് വിപ്ര ആ ബ്രാഹ്മണന്മാർ തസ്യ രാജ്ഞ ആ അംഗരാജാവിന് പ്രജാതയെ പുത്രനുണ്ടാകാൻ വേണ്ടിയുള്ള ആ പ്രാർത്ഥനാ രീതിയിൽ അതിനു വേണ്ടി തന്നെ ആ യജ്ഞത്തെ നിർവഹിച്ചു എന്ന്. അപ്പം രാജാവ് മനസ്സിൽ ആ സങ്കല്പത്തെ, ആഗ്രഹത്തെ എടുത്തു, ഭഗവാനെ എനിക്കൊരു പുത്രനെ നൽകണേ. അതിനായിട്ട് ആ ആഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പുരോഹിതന്മാരും അംഗരാജാവിന് ഒരു പുത്രനെ കിട്ടണേ എന്ന ആഗ്രഹം വെച്ച് ആ രീതിയിൽ തന്നെ ആ ഒരു അശ്വമേധയാഗത്തെ നിർവഹിച്ച് പുരോഡാശം നിരവപൻ യജ്ഞദ്രവ്യങ്ങൾ സമർപ്പിച്ചു എന്ന്. നിരവപൻ എന്ന് വെച്ചാൽ ആ യാഗാഗ്നിയിലേക്ക് സമർപ്പിച്ചു. എന്നിട്ട് ആരെ പൂജിച്ചു? ശിബിവിഷ്ടായ വിഷ്ണവേ
ശിബിവിഷ്ടായ എന്ന് വെച്ചാൽ യജ്ഞത്തിൽ ബലിക്കായി കൊണ്ടുവന്നിരിക്കുന്ന മൃഗം, അതാണ് ശിബിവിഷ്ടായ. ആ രൂപത്തിൽ അവിടെ വന്നിരിക്കുന്ന, ആ രൂപത്തിലും ഇരിക്കുന്ന വിഷ്ണവേ, മഹാവിഷ്ണുവിനെ ആ യജ്ഞത്തിലേക്ക് പൂജാദ്രവ്യങ്ങൾ, യജ്ഞദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണന്മാർ മനസ്സിൽ പ്രാർത്ഥിച്ച് അംഗരാജാവിനൊരു പുത്രനുണ്ടാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി അശ്വമേധയാഗം നിർവഹിച്ചു. അപ്പോൾ ഇവിടെ ശിബിവിഷ്ടായ വിഷ്ണവേ എന്ന് വെച്ചാൽ സർവചരാചരങ്ങളും ആയിരിക്കുന്നത് ഭഗവാൻ തന്നെയല്ലേ. ആ യജ്ഞത്തിൽ ബലി കൊടുക്കാനായി നിർത്തിയിരിക്കുന്ന മൃഗം, ആ മൃഗരൂപത്തിലും അവിടെ ഇരിക്കുന്നത് ഭഗവാൻ തന്നെ. ആ മൃഗരൂപത്തിലും വന്ന് ആ മൃഗമായി ബലിക്കായിട്ടുള്ള പശു അല്ലെങ്കിൽ മൃഗമായി രൂപത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ആ മഹാവിഷ്ണു സർവ്വതും, ആ പുരോഹിതന്മാരായിരിക്കുന്നതും യാഗാഗ്നിയായിരിക്കുന്നതും മന്ത്രമായിരിക്കുന്നതും എല്ലാം ആ ഭഗവാൻ തന്നെ. ആ മൃഗബലി നടത്താനുള്ള മൃഗമായി പശുവായി നിൽക്കുന്നതും ആ ഭഗവാൻ തന്നെ. അങ്ങനെയുള്ള മഹാവിഷ്ണുവിനെ അംഗരാജാവിന് ഒരു പുത്രൻ ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി യാഗാഗ്നിയിലേക്ക് യാഗദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണന്മാർ ആ അശ്വമേധയാഗം നിർവഹിച്ചു. രാജാവും അതേ സങ്കല്പത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ശ്ലോകം 36, തസ്മാത് പുരുഷ ഉത്തസ്തൗ ഹേമമാലി അമല അംബരഃ ഹിരൺമയേന പാത്രേണ സിദ്ധം ആദായ പായസം. തസ്മാത് അതിൻ്റെ ഫലമായിട്ട് പുരുഷഃ ഒരു പുരുഷൻ ഉത്തസ്തൗ ഉയർന്നു വന്നു ആ യാഗാഗ്നിയിൽ നിന്നും, ഹേമമാലി സ്വർണമാല ധരിച്ച്, അമല അംബരഹ പരിശുദ്ധമായ ശുഭ്രവസ്ത്രം ധരിച്ച്, ഹിരൺമയേന സ്വർണ്ണ നിറമുള്ള ഒരു പാത്രേണ ഒരു പാത്രം കയ്യിൽ പിടിച്ച് അതിനകത്ത് സിദ്ധം പായസം പാചകം ചെയ്ത ഒരു പായസവുമായിട്ട് ആദായ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതും എടുത്തുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന്. അപ്പോൾ രാജാവും ബ്രാഹ്മണരും ഇതേ ആഗ്രഹത്തോടു കൂടി ആ അശ്വമേധയാഗം നിർവഹിച്ചപ്പോൾ ആ യാഗാഗ്നിയിൽ നിന്നും സ്വർണ്ണമാലകൾ ധരിച്ച് ശുഭവസ്ത്രം ധരിച്ച് സ്വർണ്ണ നിറമുള്ള ഒരു പാത്രത്തിൽ നല്ല എന്താ പറയുക പാചകം ചെയ്ത പായസവും ഏന്തിക്കൊണ്ട് ആ യജ്ഞത്തിൽ ആ യാഗാഗ്നിയിൽ നിന്നൊരു പുരുഷൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ശ്ലോകം 37, സ വിപ്ര അനുമതഃ രാജ ഗൃഹീത്വാ അഞ്ജലീന ഓദനം അവഗ്രായ മുദായുക്തഃ പ്രാദാത് പത്ന്യാ ഉദാരതിഹി. സ ആ വിപ്ര അനുമതഃ. അപ്പം രാജാവ് എന്താ ചെയ്തെന്നോ, ആ രാജാവ് അംഗരാജാവ് വിപ്ര അനുമതഃ അവിടെ ഉണ്ടായിരുന്ന ആ യാഗം ചെയ്യുന്ന ബ്രാഹ്മണന്മാരുടെ അനുവാദത്തോടു കൂടിയിട്ട് ഗൃഹീത എന്ന് വെച്ചാൽ സ്വീകരിച്ചു എന്ന്. അഞ്ജലീന ഓദനം കൂപ്പി നിന്ന കൈ ഉണ്ടല്ലോ, കൈ കൂപ്പിയിട്ടാണ് നിൽക്കുന്നത്, ആ കൂപ്പ് കൈകൾ ഇങ്ങനെ നിവർത്തിയിട്ട് ആ പായസം ഇങ്ങ് സ്വീകരിച്ചു. എന്നിട്ട് അവഗ്രായ എന്ന് വെച്ചാൽ ആ പായസം ഒന്ന് മണത്തു നോക്കിയിട്ട് മുദായുക്ത വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പത്നിയ തൻ്റെ ഭാര്യയായ സുനീതയ്ക്ക് ഉദാരമനസ്കനായ ആ രാജാവ് പ്രാദാത് നൽകി. കാരണം ഗർഭം ധരിക്കുന്നത് ഭാര്യയാണല്ലോ. അപ്പോൾ ആ രാജാവ് എന്ത് ചെയ്തു, അവിടെ നിൽക്കുന്ന ബ്രാഹ്മണന്മാരുടെ അനുവാദത്തോടു കൂടി ആ പുരുഷനിൽ നിന്നും ആ ഭഗവാനിൽ നിന്നും ആ ഒരു പായസം കൂപ്പ് കൈകളോടുകൂടി അതിനെ സ്വീകരിച്ച് ആ പായസം ഒന്ന് മണത്തു നോക്കി വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ ഭാര്യയായ സുനീതയ്ക്ക് ആ പായസത്തെ കൊടുത്തു. ശ്ലോകം 38, സാ തത് പുംസവനം രാജ്ഞി പ്രാശ്യ വൈ പത്യു ആദദേ ഗർഭം കാല ഉപാവൃത്തെ കുമാരം സുഷുവേ അപ്രജ. സ അവൾ സുനീത തത് ആ പായസം പുംസവനം എന്ന് വെച്ചാൽ ഒരു ആൺകുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് രാജ്ഞി എന്ന് വെച്ചാൽ ആ സുനീത എന്ന രാജ്ഞി പ്രാശ്യ കുടിച്ചു എന്ന് ഭക്ഷിച്ചു. എന്നിട്ട് അങ്ങനെ പത്യു തൻ്റെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ അവൾ സുനീത ഒരു ആൺകുഞ്ഞ് തനിക്ക് വേണം എന്ന ആഗ്രഹം തന്നെ സുനീതയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം രാജഭരണം അടുത്ത ആൾക്ക് കൊടുക്കണ്ടേ, അപ്പോൾ പുത്രനെ വേണം എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് ആ പായസത്തെ കുടിച്ചു. അധികം താമസിയാതെ അവൾ ഭർത്താവിൽ നിന്നും അംഗരാജാവിൽ നിന്ന് ഗർഭം ധരിക്കുകയും ചെയ്തു. ഇനി കാല ഉപാവൃത്തെ അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു, പ്രസവത്തിൻ്റെ സമയം അടുത്തു. അങ്ങനെ കുമാരം സുഷുവേ അപ്രജ മക്കളില്ലാതിരുന്ന ആ ദമ്പതികൾക്ക് കുമാരം സുഷുവേ ഒരാൺകുഞ്ഞ് പിറന്നു. അങ്ങനെയാണ് വേനൻ ഉണ്ടാകുന്നത് കേട്ടോ.
അപ്പം മക്കളില്ലാതിരുന്ന അവർക്ക് ഒരു ആൺകുഞ്ഞ് ഉണ്ടാവുകയും ചെയ്തു എന്നർത്ഥം. ഇനി ആ ആൺകുഞ്ഞിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത് ശ്ലോകം 39. സ ബാല ഏവ പുരുഷോ മാതാമഹം അനുവൃതഃ അധർമ്മം അംശോദ്ഭവം മൃത്യും തേന അഭവത് അധാർമികഃ. സ ബാല ഏവ, ആ കുഞ്ഞാകട്ടെ, ആ കുഞ്ഞങ്ങനെ വളർന്നു വരികയാണ് കേട്ടോ, ആ കുഞ്ഞാകട്ടെ പുരുഷ, ആ ആൺകുഞ്ഞാകട്ടെ, അപ്പോൾ പുരുഷ എന്ന് പറയുമ്പോൾ ആൺകുഞ്ഞ്, മാതാമഹം, അവൻ്റെ അമ്മയുടെ അച്ഛനുണ്ടല്ലോ, മാതാമഹം, സുനീതയുടെ പിതാവ് ആരാണ്? മൃത്യുദേവനാണ് സുനീതയുടെ പിതാവ്. അപ്പം അതാണ് മാതാമഹം, അമ്മയുടെ അച്ഛനെ അനുവൃത, എന്താ പറയുക, പിന്തുടരുക അല്ലെങ്കിൽ അനുഗമിക്കുന്നവനെ ആയി മാറിയെന്ന്. ആ കുഞ്ഞ് ചെറുപ്പം തൊട്ടേ തന്നെ അമ്മയുടെ അച്ഛനെ മൃത്യുദേവനെ, സുനീതയുടെ പിതാവ് മൃത്യുദേവനാണ്, മൃത്യുദേവനെ പിന്തുടരുക, മൃത്യുദേവന്റെ കർമ്മങ്ങളെ അനുഗമിക്കുന്നവനായിട്ട് മാറി. ഈ മൃത്യുദേവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധർമ്മ അംശോദ്ഭവം മൃത്യും, അധർമ്മത്തിന്റെ അംശത്തിൽ നിന്നും ഉത്ഭവിച്ചവനാണ് ഈ മൃത്യുദേവൻ. കാരണം മൃത്യുദേവൻ എന്താ ചെയ്യുന്നത്? ഒരു കരുണയും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഒരു നിമിഷം കൊണ്ട് ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, അല്ലേ? മരണം വിതയ്ക്കുന്നവനാണ് മൃത്യുദേവൻ. അത് തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ജനനമുണ്ടെങ്കിൽ മരണം ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ മൃത്യുദേവൻ ഉണ്ടായത്. പക്ഷേ അപ്രതീക്ഷിതമായ നിമിഷങ്ങളിലൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും ആളുകളുടെ മരണമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ, അതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് മരണം ഓരോരുത്തരെ കൊണ്ടുപോകുന്നത്, അല്ലേ? ഒരു ദയയുമില്ലാതെ. അപ്പം മൃത്യുദേവൻ ഒരു ദയയില്ലാതെയാണ് ആ സമയത്ത് വന്ന് ആ സ്ഥൂലം ഇവിടെ ഉപേക്ഷിച്ച് ആ സൂക്ഷ്മ ശരീരത്തെയും കൊണ്ട് മൃത്യുദേവൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അധർമ്മത്തിൻ്റെ അംശത്തിൽ നിന്ന് ഉത്ഭവിച്ചവനാണ് മൃത്യുദേവൻ എന്ന് പറയുന്നു. ആ മൃത്യുദേവനാകുന്ന മുത്തശ്ശനെ പിന്തുടരുന്നവനായി മാറി ഈ കുഞ്ഞ്. അപ്പോൾ എന്ത് സംഭവിച്ചു? തേന, ഇതിനാൽ അഭവത് അധാർമിക, അഭവത് ആയിത്തീർന്നു, അവൻ അധാർമിക, ഒരു അധാർമികനായി തീർന്നു ആ കുഞ്ഞ് എന്ന് മനസ്സിലായ. അപ്പം അവൻ ചെറുപ്പത്തിലേ അവൻ്റെ അമ്മയുടെ അച്ഛനെ പിന്തുടരുന്നവനായിരുന്നു, അനുഗമിക്കുന്നവനായിരുന്നു. അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ അംശത്തിൽ നിന്നും ഉത്ഭവിച്ച മൃത്യുദേവനാണ്. അതുകൊണ്ട് തന്നെ മൃത്യുദേവന്റെ സ്വഭാവത്തെ അധാർമികമായ സ്വഭാവം ഉള്ളവനായി തീർന്നു അങ്ങനെ വേനൻ എന്ന ആ കുഞ്ഞ് അങ്ങനെ ആയി മാറി എന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയും എത്ര നല്ലത് പറഞ്ഞു കൊടുത്താലും അവന് മുത്തശ്ശനോടാണ് അറ്റാച്ച്മെന്റ്. മുത്തശ്ശൻ എന്താ ചെയ്യുന്നത്? മൃത്യുദേവന്റെ കർമ്മം എന്താണോ അതാണ് അവൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്, അതിനെയാണ് അവൻ പിന്തുടരാൻ തുടങ്ങിയത് എന്നർത്ഥം. ശ്ലോകം 40. സഹ ശരാസനം ഉദ്യമ്യ മൃഗയു വനഗോചരഃ ഹന്തി അസാധു മൃഗാൻ ദീനാൻ വേനഃ അസൗ ഇതി അരൗധ് ജനഃ. എന്നിട്ട് അവൻ അങ്ങനെ വളർന്നു വലുതായിട്ടാ. എന്നിട്ട് സഹ, ആ വേനൻ, ശരാസനം, അതായത് കുറച്ച് വലുതാവുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങളെ ധനുർവിദ്യ പഠിപ്പിക്കുമല്ലോ, അസ്ത്രം പ്രയോഗിക്കാൻ പഠിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ, ശരാസനം വില്ല് കുലയ്ക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ, ഉദ്യമ്യ, ആ വില്ല് അമ്പും വില്ലും കയ്യിലെടുത്തിട്ട് മൃഗയ, അവൻ വേട്ടയാടാനായിട്ട് കാട്ടിലേക്ക്, വനകോചരെ, കാട്ടിലേക്ക് പോയി. സാധാരണ അമ്പും വില്ലും കയ്യിലെടുത്തിട്ട് ഈ അസ്ത്രവിദ്യ പഠിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാർ കുട്ടികളായിരിക്കും ആ യൗവനപ്രായത്തിൽ കാട്ടിലേക്ക് പോവും. അതിനെ മൃഗയാ വിനോദം എന്നാണ് പറയുക. അതായത് അസ്ത്രം ആളുകളുടെ മേലിലേക്ക് പ്രയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതായത് ഈ ചെറിയ മൃഗങ്ങളുടെ മേലേക്ക് അസ്ത്രം പ്രയോഗിച്ചിട്ട്, അതും ക്രൂരമായിട്ടല്ല, അതൊരു വിനോദമായിട്ട്, അത് അവർക്കത് പഠിക്കണം. അസ്ത്രവിദ്യ അവർക്ക് പഠിക്കണേൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങളുടെ മേൽ അസ്ത്രം പ്രയോഗിച്ച് അതിലൂടെ അസ്ത്രവിദ്യയെ ഒന്നും കൂടിയും പഠിക്കുക. പക്ഷെ അത് ക്രൂരമല്ലാത്ത രീതിയിൽ ആളുകളെ അപകടപ്പെടുത്താൻ വരുന്നതിനെ മാത്രം അസ്ത്രം പ്രയോഗിക്കുള്ളൂ. അങ്ങനെയുള്ള മൃഗങ്ങളുടെ മേലേക്ക് മാത്രം അസ്ത്രം പ്രയോഗിച്ച് അങ്ങനെ അസ്ത്രവിദ്യ പഠിക്കുകയും ചെയ്യാം. അങ്ങനെ അതിനൊരു വിനോദമായിട്ടാണ് അവർ ചെയ്യുക. പക്ഷെ വേനൻ അങ്ങനെയല്ല ചെയ്തത്. അമ്പും വില്ലും അസ്ത്രവിദ്യ പഠിച്ചപ്പോൾ അമ്പും വില്ലും കയ്യിലേന്തി കാട്ടിലേക്ക് പോകും മൃഗങ്ങളെ വേട്ടയാടാൻ. എന്നിട്ട് മൃഗാൻ ദീനാൻ, സാധു മൃഗങ്ങളുണ്ടല്ലോ, മാൻ, മുയൽ, അങ്ങനെയുള്ള സാധു മൃഗങ്ങളെ അസാധു, ഒരു കരുണയില്ലാതെ ഹന്തി എന്ന് വെച്ചാൽ വധിച്ചു എന്ന്, കൊന്നൊടുക്കുകയായിരുന്നു സാധു മൃഗങ്ങളെ.
അതായത് അവനൊരു വിനോദമല്ല, അവനതൊരു എന്താ പറയുക, സാത്വികമായിട്ടല്ല അത് ചെയ്യുന്നത്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ദുഷ്ടമൃഗങ്ങളെയല്ല അവൻ ചെയ്യുന്നത്. സാധു മൃഗങ്ങളെ ഒന്നിനൊന്നായിട്ട് കൊന്നൊടുക്കി ഇങ്ങനെ അതിലങ്ങോട്ട് അവൻ ആസ്വദിക്കുക, സന്തോഷിക്കുകയാണ് ചെയ്തത് ആ കൊലയിൽ. എന്നിട്ട് ഇതിനെയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ദിവസം പ്രതി ഇങ്ങനെ മൃഗങ്ങളെ കൊന്നൊടുക്കി കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ജനങ്ങൾക്കൊക്കെ വേനനെ ഭയങ്കര ഭയമായി എന്ന്. അതാണ് പറയുന്നത്, വേന അസൗ, ആ വേനൻ അവിടെയുണ്ട്. ഇപ്രകാരം ജനങ്ങൾ അരൗത്തു, ഉറക്കെ വേനനെ കാണുമ്പോഴേക്കും ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി എന്ന് പേടിച്ചിട്ട്. മൃഗങ്ങളെ ഇങ്ങനെ കൊന്നൊടുക്കിയിട്ട് കൊണ്ടുവരുന്ന ആ ഭീകര ദൃശ്യം കാണുമ്പോൾ വേനനെ കാണുമ്പോൾ തന്നെ വേനൻ അടുത്തുകൂടെയൊക്കെ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ അയ്യോ വേനൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. കാരണം ആരെ എപ്പോഴാണ് കൊല്ലുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മൃത്യുദേവനെ പോലെ തന്നെ ജീവൻ എടുക്കാനായിട്ട് വല്ലാത്തൊരു ആഗ്രഹം, അത് ആര് എന്ത് എന്നുള്ള നോട്ടമൊന്നുമില്ല. അതിൽ അവനൊരു കരുണയും ഇല്ലാന്ന്, ഒരു ദയയും ആരോടുമില്ല. മൃഗങ്ങളെയും മനുഷ്യരുടെയൊക്കെ ജീവൻ എടുക്കുന്നത് ഒരു വിനോദം പോലെ, മുത്തശ്ശനെ പോലെ അവനായി തീർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളൊക്കെ വേനനെ ഭയന്നു. ശ്ലോകം 41. ആ ക്രീഡേ ക്രീഡതോ ബാലാൻ വയസ്യാൻ അതിദാരുണഃ പ്രസഹ്യ നിരനുക്രോശഃ പശുമാരം അമാരയത്. ഇവിടെ എന്താ പറഞ്ഞെന്നോ, ആ ക്രീഡ, ഇനി അവൻ കളിക്കളത്തിൽ ക്രീഡതഃ കളിക്കുമ്പോൾ ബാലാൻ വയസ്യാൻ, തനിക്കൊപ്പം പ്രായമുള്ള വയസ്യാൻ, വയസ്സുള്ള തൻ്റെ ഒപ്പം വയസ്സുള്ള ബാലാൻ കുട്ടികളെ അതിദാരുണമായിട്ട് ഒരു കരുണയും ഇല്ലാതെ പ്രസഹ്യ ശക്തിയോടുകൂടി ബലത്തോടുകൂടി പിടിച്ച് നിരനുക്രോശഃ ഒരു കരുണയില്ലാതെ പശുമാരം കശാപ്പ് മൃഗങ്ങളെ എന്ന പോലെ അമാരയത്ത് കൊന്നൂന്ന് കളിക്കൂട്ടുകാരെ വരെ കൂടെ കളിക്കുന്ന കുട്ടികളെ ഒരു കരുണയും ഇല്ലാതെ സമപ്രായക്കാരായ കുട്ടികളെ ബലത്തോടുകൂടി മുറുക്കി പിടിച്ചിട്ട് ഈ കശാപ്പുകാരെ മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ സ്വന്തം കൂട്ടുകാരെ വരെ അവൻ കൊന്നൊടുക്കാൻ തുടങ്ങിയെന്നാണ്. അതവനെ കൊല്ലുക എന്നുള്ളത് ഒരു ഹരമായി മാറാൻ തുടങ്ങി. ശ്ലോകം 42. തം വിചക്ഷ്യ ഖലം പുത്രം ശാസനൈഃ വിവിധൈഃ നൃപഃ യദാ ന ശാസിതും കൽപ വൃഷം ആസീത് സുദുർമനഃ. തം വിചക്ഷ്യ, ഈ കാഴ്ചകൾ കണ്ടിട്ട്, ഖലം പുത്രം, ക്രൂരനായ തൻ്റെ പുത്രൻ്റെ ഈ കർമ്മങ്ങളെ ഈ ചെയ്യുന്ന ഈ ദുഷ്ടതകളെയൊക്കെ കണ്ടിട്ട്, ഈ ക്രൂരകൃത്യങ്ങളെ കണ്ടിട്ട്, ശാസനൈഃ വിവിധൈഃ നൃപ, ആ രാജാവ്, അംഗരാജാവ് പല വിധത്തിലും അവനെ ശാസിച്ചു നോക്കി. എന്നാൽ ന ശാസിതും കൽപഃ, ആ ശാസന കൊണ്ടൊന്നും അവനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ വൃഷം വളരെയധികം ദുർമന, ദുഃഖത്തോടെ ആസീത് ആയിത്തീർന്നു അംഗരാജാവ് എന്ന്. ഈ ക്രൂരകൃത്യങ്ങളെ, ചെറിയ ചെറിയ ദ്രോഹങ്ങളൊന്നല്ല, കൊലപാതകമാണ്, കൊന്നൊടുക്കലാണ് അവൻ ചെയ്യുന്നത്. ഈ ക്രൂരകൃത്യങ്ങളെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ രാജാവായ അംഗരാജാവ് മകനെ പല വിധത്തിലും ശാസിച്ചു നോക്കി, ഉപദേശിച്ചു നോക്കി, തല്ലി നോക്കി. എന്ത് ചെയ്തിട്ടും അവൻ ആ ശാസന കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വളരെയധികം ദുഃഖം തോന്നി. ഇനി അവിടെ ആ നിമിഷത്തിൽ രാജാവ് ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ് കേട്ടോ. അംഗരാജാവ് അപ്പോഴാണ് ഒരു തിരിച്ചറിവിലേക്ക് വരുന്നത്. രാജാവ് അപ്പം അത്രയും ദുഃഖം വന്നപ്പോൾ ആ ദുഃഖത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് കിട്ടുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ആ തിരിച്ചറിവാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 2-3 ശ്ലോകങ്ങളിൽ അംഗരാജാവ് പറയാൻ പോകുന്നത്. ഈ തിരിച്ചറിവിനെ കുറിച്ചാണ് കേട്ടോ. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മനസ്സിലാക്കണം, രാജാവ് എന്തതിൽ നിന്ന് മനസ്സിലാക്കി എന്നുള്ളത്. രാജാവ് പറയാണ് കേട്ടോ, അംഗരാജാവ് പറയാണ്. ശ്ലോകം 43. പ്രായേണ അഭ്യർച്ചിതഃ ദേവഃ യേ അപ്രജാഗ്രഹമേദിനഃ കദപത്യഭൃതം ദുഃഖം യേന വിന്ദതി ദുർഭരം. എന്താണ് ഈ അനുഭവത്തിൽ നിന്നും? അപ്പോൾ രാജാവിന് അത്രയും ആഗ്രഹിച്ചു, യാഗത്തിൻ്റെ പായസം കുടിച്ച് ഒരു പുത്രനുണ്ടായി. പക്ഷെ അവൻ അത്രയും ക്രൂരനായിട്ട് വളർന്നു വന്നു. ആ ക്രൂരകൃത്യം കണ്ട് മനസ്സ് മടുത്തു, പല വിധത്തിൽ ഉപദേശിക്കാൻ നോക്കി, രക്ഷയില്ലാണ്ടായി. അവസാനം അപ്പോഴാണ് രാജാവ് ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത്. എന്താണ് രാജാവിനുണ്ടായ ആ തിരിച്ചറിവ് എന്നാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 3 ശ്ലോകങ്ങളിൽ രാജാവ് പറയുന്നത് കേട്ടാ. പ്രായേണ അഭ്യർച്ചിതഃ, സാധാരണ ഭഗവാനെ ആരാധിക്കുന്നത്, ദേവഃ, ആ ഭഗവാനെ ആരാധിക്കുന്നത്, അഭ്യർച്ചിതഃ എന്ന് വെച്ചാൽ ആരാധിക്കുന്നത്, യേ അപ്രജഃ,
എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ആര്? അപ്രജഹ എന്ന് വെച്ചാൽ സന്താനങ്ങളില്ലാത്തവർ. ഗൃഹമേദിനഹ ഗൃഹസ്ഥാശ്രമ ജീവിതം കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികൾ. അപ്രജഹ അവർക്ക് മക്കളില്ലെങ്കിൽ സാധാരണയായിട്ട് അവർ ആ ഭഗവാനെ ആരാധിക്കുമ്പോൾ എന്താ ആവശ്യപ്പെടുക? സന്താനങ്ങളെ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ കിട്ടണേ ഭഗവാനെ, തരണേ ഭഗവാനെ എന്നായിരിക്കും ഭഗവാനോട് നിത്യവും പ്രാർത്ഥിക്കുക. അപ്പം അംഗരാജാവിൻ്റെ തിരിച്ചറിവാണ് അദ്ദേഹം പറയുന്നത്. അത് എല്ലാവർക്കും നമുക്കൊക്കെ ഒരു പാഠമാണ്, ഒരു തിരിച്ചറിവാണ്. സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികൾ മക്കളില്ലെങ്കിൽ അവർ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടണേ എന്നുള്ള ആഗ്രഹമായിരിക്കും പറയുക. എന്നാൽ കത് അപത്യഭൃതം ഭഗവാനാകട്ടെ എന്താ കൊടുക്കണേന്നറിയോ? കത് അപത്യഭൃതം മോശക്കാരനായ ഒരു സന്താനം ഉണ്ടായിട്ടുള്ള ദുഃഖം, അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, ദുർഭരം അതായത് അസഹ്യമായ ആ ഒരു വേദനയെ അവർ ന വിന്ദതി അനുഭവിപ്പിക്കാതെ അവരെ കടത്തുകയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ചെയ്യുന്നത് എന്ന്. അതായത് മുൻജന്മത്തിൽ അപ്പം അംഗരാജാവിന് അത് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിലൂടെ അദ്ദേഹം അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. സാധാരണ മക്കളില്ലാത്ത ദമ്പതികൾ ഭഗവാനോട് നിത്യവും പ്രാർത്ഥിക്കുക ഒരു കുഞ്ഞിനെ തരണേന്നാ. പക്ഷെ ഭഗവാൻ അവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവര് ആ ജീവിതത്തിലെ ഒരു കുഞ്ഞുണ്ടായ സന്തോഷമായി എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ സന്താന സൗഭാഗ്യം അനുഭവിക്കാൻ യോഗമില്ല. അതായത് മുൻജന്മത്തിലെ പാപകർമ്മത്തിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ സന്താന സൗഭാഗ്യം അനുഭവിക്കാൻ യോഗമില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥനയും പൂജയും നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ചൊരു കുഞ്ഞിനെ നേടിയെടുത്താൽ പോലും ആ കുഞ്ഞിൽ നിന്നും ഒരു സന്തോഷം അവർക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. കാരണം അവർക്ക് സന്താന സൗഭാഗ്യം അനുഭവിക്കാൻ ഈ ജന്മത്തിൽ യോഗമില്ല. എന്നിട്ട് അവർ എന്നാലും ആ കർമ്മഫലത്തെ അനുഭവിക്കാൻ ആ കുഞ്ഞില്ലാത്ത വേദനയെ പറ്റാണ്ട് അവർ പ്രാർത്ഥിച്ച് ഭഗവാനെ നിർബന്ധിച്ച് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞ് നേടി കൊടുത്താൽ പോലും അവർക്ക് ആ കുഞ്ഞിൽ നിന്നും ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയുണ്ട ആ മക്കള് തീർച്ചയായിട്ടും ക്രൂര സ്വഭാവമുള്ള അല്ലെങ്കിൽ ചീത്ത സ്വഭാവമുള്ള മക്കളായിരിക്കും. അപ്പോൾ മക്കളില്ലാതിരിക്കുന്നതാണോ ദുഃഖം? ഉണ്ടായ മക്കൾ തെറ്റായ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയാണോ ഏറ്റവും വലിയ ദുഃഖം? അസഹ്യമായ ദുഃഖം എന്ന് പറയുന്നത് ആ രണ്ടാമത് പറഞ്ഞതായിരിക്കും അല്ലേ. ആദ്യത്തെ മക്കളില്ല എന്നുള്ള ദുഃഖമേ ഉള്ളൂ. ഉണ്ടായ മക്കള് വളരെ മോശമായ കാര്യത്തിലേക്ക് പോയി നശിച്ചു പോകുന്നത് കൺമുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വേദന എന്തായിരിക്കും? അത്രയ്ക്ക് അസഹ്യമായ ഒരു ദുഃഖം അവരനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവർക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാത്തത്. ഇതിപ്പോൾ കുഞ്ഞില്ല എന്നേ ഉള്ളൂ, മനസ്സിലായ? അപ്പം വലിയൊരു അനുഗ്രഹമാണ് ഭഗവാൻ അവർക്ക്. സന്താന സൗഭാഗ്യം മുൻജന്മ കർമ്മഫലമാണ് അവർക്ക് ഇല്ലാത്തത്. അപ്പം അതിൽ അവർക്ക് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇനി അവരുടെ പ്രാർത്ഥന കേട്ട് കൊടുത്താൽ അവർക്ക് അസഹ്യമായ വേദനയായിരിക്കും അതിൽ കൂടെ ഉണ്ടാവുക. അത് അവരനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവർക്ക് സന്താനത്തെ കൊടുക്കാത്തത്. ഈ തിരിച്ചറിവ് ഞാൻ ഇന്ന് സ്വന്തം അനുഭവത്തിലൂടെ അറിഞ്ഞു. യഥാർത്ഥത്തിൽ മുൻജന്മ പാപഫലമായിട്ട് എനിക്ക് സന്താന സൗഭാഗ്യം ഇല്ല. പക്ഷേ ഞാനത് ആഗ്രഹിച്ച് മഹർഷിമാർ പറഞ്ഞപ്പോൾ, പുരോഹിതർ പറഞ്ഞപ്പോൾ മനസ്സിലൊരു കുഞ്ഞിനെ വേണമെന്ന അതിയായ ആഗ്രഹത്തോടെ ഭഗവാൻ ശ്രീഹരിയെ ആരാധിച്ചപ്പോൾ ഭഗവാൻ എനിക്കൊരു കുഞ്ഞിനെ തന്നു. പക്ഷേ ഒരു കുഞ്ഞുണ്ടായതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ, ഒരു സന്താന സൗഭാഗ്യം, മക്കളിൽ നിന്നൊരു സന്തോഷം അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല. ചെറുപ്പം തൊട്ടേ ദുഷ്ട സ്വഭാവം, ക്രൂര സ്വഭാവത്തോടു കൂടി അവൻ വളർന്നു വരുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇതാ എത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, മക്കളില്ലാതിരിക്കുകയാണെങ്കിൽ ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണ്ട, ആ കർമ്മഫലത്തെ അനുഭവിച്ചു തീർക്കുന്നതാണ് നല്ലത്. കാരണം ഉണ്ടായാൽ ആ സൗഭാഗ്യം ചോദിച്ച് പിന്നെ മേടിച്ചാൽ അപ്പോൾ പോലും അതിൽ നിന്നും അനുഭവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതായിരിക്കും കൂടുതൽ വേദന. അതുകൊണ്ടാണ് ഭഗവാൻ അത് തരാത്തത് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അത് ഞാൻ പറയുകയാണ്. അതാണ് അംഗരാജാവ് ഇവിടെ ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭാഗവത മാഹാത്മ്യം കഥ ഓർമ്മ വരും അല്ലേ. ആത്മദേവന് സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ വാശി പിടിച്ചു ഭഗവാന്റെ കയ്യിൽ മേടിച്ചതാണ്. ഉണ്ടായ മകനാണ് ദുന്ദുകാരി. എന്ത് സംഭവിച്ചു? അവൻ്റെ ദുഷ്കർമ്മം കൊണ്ട് മനസ്സ് വേദനിച്ച്
അവൻ്റെ ദുഷ്കർമ്മത്താൽ മനസ്സ് വേദനിച്ചിട്ടാണ് ആത്മദേവൻ അങ്ങനെ അവസാനം വനത്തിലേക്ക് പോയി. അവൻ്റെ പീഡനം സഹിക്കാൻ പറ്റാതെ അവസാനം ഗോകർണൻ്റെ നിർദ്ദേശത്തെ സ്വീകരിച്ച് കാട്ടെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം അങ്ങനെ ഭഗവത് പ്രാപ്തിയിലേക്ക് പോയത്. അപ്പോൾ ഇല്ലാത്ത ഭഗവാൻ അനുവദിച്ച് തന്നിട്ടില്ലാത്തൊരു കാര്യത്തെ ചോദിച്ചു മേടിച്ചപ്പോഴും അദ്ദേഹത്തിന് ആ സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റിയില്ല. കണ്ടോ, അതാണ് ആ തിരിച്ചറിവ് ഞാനിപ്പോൾ ഇവിടെ നേടി എന്ന് അദ്ദേഹം അംഗരാജാവ് പറയുകയാണ്. എന്നിട്ട് പറയാണ് ശ്ലോകം 44 യതഃ പാപീയസി കീർത്തി അധർമ്മശ്ച മഹാൻ നൃണാൻ യതഃ വിരോധഃ സർവേഷാം യത ആദി അനന്തകഃ. യതഃ പാപീയസി കീർത്തി, യതഃ ഒരു ദുഷ്ടനായ മകനുണ്ടായാൽ പാപീയസി കീർത്തി അവനിൽ നിന്നുമുണ്ടാകുന്ന അപകീർത്തി, അധർമ്മഃ ച മഹാൻ അവൻ ചെയ്തു കൂട്ടുന്ന മഹാൻ വളരെ വലിയ അധർമ്മങ്ങളുടെ ഫലമായിട്ട് ഒരു അപകീർത്തി, ഈ അച്ഛനും അമ്മയ്ക്കും വരെ ഒരു അപദുഷ്പേര് വന്നു ചേരുന്നു നൃണാം മനുഷ്യർക്ക്. അദ്ദേഹം പറയാണ്, അങ്ങനെ സൗഭാഗ്യമില്ലാത്തത് ഒന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് വേടിയെടുത്ത ഉണ്ടാകുന്ന ദുഷ്ടമക്കളുടെ ചീത്ത മക്കളുടെ ആധാർമികമായ തെറ്റായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലമായി ആ അച്ഛനും അമ്മയ്ക്കും വരെ അപകീർത്തി, ആ അച്ഛനും അമ്മയും വളർത്തിയിട്ടാണ് ഇവൻ ഇങ്ങനെ ആയി തീർന്നത് എന്നുള്ള ഒരു അപകീർത്തി ആ അച്ഛനും അമ്മയ്ക്കും വരെ വന്നു ചേരുന്നു. യതഃ ആ മകൻ മൂലം വിരോധഃ സർവേഷ എല്ലാവരുടെയും ശത്രുതയും അവർ നേടുന്നു. ആർക്കാ പിന്നെ അവരെ ഇഷ്ടമുണ്ടാവുക? ആ വീട്ടിലേക്ക്, ആ മകനുള്ള വീട്ടിലേക്ക് വരാൻ പോലും ബന്ധുമിത്രാദികൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ തോന്നില്ല. എല്ലാവരുടെയും ശത്രുക്കളായി മാറും. എല്ലാവരിൽ നിന്ന് അവർ ഒറ്റപ്പെടുകയും ചെയ്യും. യതഃ ആയതിനാൽ ആദി അനന്തകഃ അറ്റമില്ലാത്തൊരു ദുഃഖം അവരനുഭവിക്കേണ്ടിയും വരും. മരിക്കണവരെ ഈ മകൻ്റെ ദുഷ്കർമ്മത്താൽ മനസ്സ് വേദനിച്ച് നീറി ജീവിച്ച അച്ഛനും അമ്മയ്ക്കും ജീവിച്ച് അവസാനം മരിക്കേണ്ടി വരും. അതാണ് അറ്റമില്ലാത്ത ആദിയെ ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറയുന്നത്. ഇല്ലാത്ത സൗഭാഗ്യത്തെ ചോദിച്ചു മേടിച്ചാലും അത് അനുഭവിക്കാൻ പറ്റില്ല. കൺമുന്നിൽ ഒരു മകനെ കണ്ടാൽ മാത്രം മതിയോ? അവൻ്റെ ക്രൂരകൃത്യങ്ങൾ കണ്ട് സഹിക്കാൻ പറ്റാതെ അതുമൂലം പേരുദോഷം ഉണ്ടായി എല്ലാവരിൽ നിന്നും അകന്ന് എല്ലാവരാലും ഒറ്റപ്പെട്ട് എല്ലാവരുടെയും ശത്രുക്കളായിട്ട് അവസാനം വരെ ആദിയെടുത്ത് ജീവിക്കേണ്ടി വരുന്നു ആ ദമ്പതികൾക്ക്, ആ അച്ഛനമ്മമാർക്ക്. അത് സ്വന്തം അനുഭവത്തിൽ നിന്നും അംഗരാജാവ് തിരിച്ചറിഞ്ഞു. ശ്ലോകം 45 കഹാത്തം പ്രജാപദേശം വൈ മോഹബന്ധനം ആത്മനഃ പണ്ഡിതഃ ബഹുമന്യേത യത് അർത്ഥഃ ക്ലേശദാ ഗൃഹ. എന്നിട്ട് അദ്ദേഹം പറയാണ്, കഹാത്തം ആരാണ് പ്രജാപദേശം, ഇങ്ങനെ അപദേശം പേരിന് മാത്രം. ഒരു മകനുണ്ടോ? ഉണ്ട്. പക്ഷേ അവനെ ഒരിക്കലും ഒരു മകനായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാത്രം അധർമ്മം മാത്രം ക്രൂരത മാത്രം ചെയ്യുന്ന പേരിന് മാത്രമായ ഒരു മകൻ ഉണ്ടായിട്ട് എന്ത് കാര്യം? കഹംതം എന്ന് വെച്ചാൽ എന്ത് കാര്യം? വൈ മോഹബന്ധനം ആത്മന, ആ ആത്മന അത് ആ ദമ്പതികൾക്ക് അച്ഛനമ്മമാർക്ക് മോഹബന്ധനം വെറും ഒരു മായാബന്ധനം മാത്രമേ അതുകൊണ്ട് ഫലമുള്ളൂ എന്നാണ്. ആ ഒരു മകനുണ്ടായ ആ മകനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കൊണ്ട് ഇങ്ങനെ നീറി ജീവിച്ച ആ മായയിൽ പെട്ട് ഒരു ബന്ധനം കൂടി ഉണ്ടായി. അതുമാത്രമാണ് അവർക്കുണ്ടായ ഒരു ഗുണം. അല്ലാതെ മകനിൽ നിന്നൊരു സന്തോഷം അവർക്ക് അനുഭവിക്കാൻ പറ്റൂല. അതുമൂലം ഒരു മായാബന്ധനം കൂടി ഉണ്ടായിട്ട് അതനുഭവിക്കാനും കൂടി ഇനിയൊരു ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, പുനർജന്മത്തിന് കാരണമാകുന്ന ഒരു അവസ്ഥയും ഉണ്ടാക്കി. അതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് സംഭവിച്ചത്. അതുകൊണ്ട് പണ്ഡിതഃ ബഹുമന്യേത, പണ്ഡിതന്മാർ എന്ന് വെച്ചാൽ വിവേകമുള്ള ആളുകൾ, അതായത് വിവേകികൾ, കുറച്ച് അറിവും ബുദ്ധിയും വിവേകവും ഉള്ള അച്ഛനമ്മമാർ, അതായത് ദമ്പതികൾ. ബഹുമന്യേത, ഇത് ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ളത് അത്രയും വലിയ മൂല്യവത്തായ ഒരു കാര്യമായിട്ട് അവർ എടുക്കില്ല. വിവേകികൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും. അവർക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, ഈ ജന്മത്തിൽ ഞങ്ങളുടെ കർമ്മഫലമാണ്, അത് മുൻജന്മ കർമ്മഫലമാണ്, ഞങ്ങളത് ഒരുമിച്ച് അത് അനുഭവിച്ച് ഞങ്ങളുടെ സന്തോഷമായിട്ട് ഈ ജന്മം ജീവിക്കും, അതാണ് നല്ലത് എന്ന് ബുദ്ധിയും വിവേകമുള്ള ദമ്പതികൾ മനസ്സിലാക്കും. അതുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കും. കാരണം ഇനി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഇത് തന്നെ പറഞ്ഞൊരു കുഞ്ഞിനെ മേടിച്ചെടുത്താലും ആ പുത്രൻ്റെ ദുഷ്കർമ്മത്താൽ പിന്നെ അതുകൂടി ഒരു മായാബന്ധനം ആയി തീരുവുള്ളൂ ഞങ്ങൾക്ക് എന്ന് അവർ മനസ്സിലാക്കും. യത് കാരണം അർത്ഥഃ, ഇത്തരം മക്കളുണ്ടായാൽ ക്ലേശദാ ഗൃഹ,
ആ വീടിനകത്ത് ക്ലേശം, ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ദുഃഖം മുഴുവൻ അനുഭവിക്കുമ്പോൾ അവർക്ക്, അച്ഛനമ്മമാർക്ക്, ആ ദമ്പതികൾക്കൊരു ബന്ധനം കൂടിയായി. ഇത്തരം മക്കളുള്ള വീട് നരകതുല്യമായിരിക്കും. അപ്പോൾ ദുഃഖം മാത്രമേ അവിടെ തളം കെട്ടി കിടക്കുകയുള്ളൂ. അത് ആ അച്ഛനമ്മമാർക്കൊരു ബന്ധനം കൂടിയായി. അതുകൊണ്ട് വിവേകികളായ ദമ്പതികൾ ഒരു കാരണവശാലും സന്താന സൗഭാഗ്യം ഈ ജന്മത്തിൽ വിധിച്ചിട്ടില്ലെങ്കിൽ അതിനായി ആഗ്രഹിച്ച് അത് നേടിയെടുക്കേണ്ട. ആ കർമ്മഫലത്തെ സന്തോഷത്തോടെ അങ്ങ് സ്വീകരിച്ച് അനുഭവിച്ച് തീർക്കുകയാണ് ഏറ്റവും ഉത്തമം. കാരണം അങ്ങനെ ചോദിച്ച് നേടിയെടുത്താലും ആ സൗഭാഗ്യം അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ അറ്റമില്ലാത്ത ഒരു ദുഃഖത്തിലേക്ക് ആദിയിലേക്ക് അതവരെ കൊണ്ടെത്തിക്കും. ആ ജീവിതം നീറി ആ സ്വന്തം മകനെക്കുറിച്ച് ഓർത്ത്, മകളെക്കുറിച്ച് ഓർത്ത് നീറി ജീവിച്ച് തീർക്കേണ്ടി വരും. അങ്ങനെ ഒരു ബന്ധനത്തിൽ കൂടി പെട്ടതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് വിവേകവും ബുദ്ധിയുമുള്ള ദമ്പതികൾ ഒരിക്കലും അത് ആഗ്രഹിക്കാതെ, അതൊരു വലിയ കാര്യമായിട്ടൊന്നും കാണാതെ അവനവൻ്റെ കർമ്മഫലം അനുഭവിച്ച് തീർത്ത് ഓരോ ജന്മത്തെ കടന്ന് കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുക എന്ന് മാത്രം ചിന്തിക്കുകയാണ് വേണ്ടത് എന്ന് അംഗരാജാവ് തിരിച്ചറിഞ്ഞു. ഇനി അതോടൊപ്പം അദ്ദേഹം ഒരു സത്യം കൂടി മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, അപ്പം ഇത്രയും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തിനാണ് മറ്റു പുരോഹിതരും മഹർഷിമാരും അദ്ദേഹത്തിനെ നിർബന്ധിച്ച് തോന്നിപ്പിച്ചതല്ലേ? ഇത് പ്രാർത്ഥിക്കുക, ഇത് ആഗ്രഹിച്ചിട്ട് അങ്ങ് ഈ അശ്വമേധയാഗം നടത്ത്, ആ യാഗം നടത്തി കഴിയുമ്പോൾ അങ്ങേക്ക് പുത്രനുണ്ടാവും എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ബ്രാഹ്മണർ പറഞ്ഞു മുനിമാർ ഉപദേശിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ച് അശ്വമേധയാഗം ചെയ്ത് പുത്രൻ ഉണ്ടായത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുഃഖം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് ആ പുത്രനെ കൊടുത്തത് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിൻ്റെ ഉത്തരമാണ് അംഗരാജാവ് ഇനി പറയുന്നത്. ഇവിടെ ഞാൻ ഒരു തിരിച്ചറിവിലെത്തിയെന്ന് അംഗരാജാവ് പറയുകയാണ്. കഥപത്യം വരം മന്യേ സദപത്യാത് ശുചാം പദാത് നിർവിദ്യേത ഗുഹാത്മർത്യ യത് ക്ലേശ നിവഹാഗൃഹ. കഥപത്യം, ദുഷ്ടനായ മക്കളാണ് വരം മന്യേ, ഒരച്ഛനും അമ്മയ്ക്കും കിട്ടണ ഏറ്റവും വലിയ വരം എന്ന്. സദപത്യാത്, നല്ല മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ, സത്സന്താനങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ ഒരച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന ഏറ്റവും വലിയ ഭഗവാന്റെ അനുഗ്രഹം ദുഷ്ടരായ മക്കളുണ്ടാകുന്നതാണെന്ന്. ആ തിരിച്ചറിവ് അദ്ദേഹത്തിന് വരാൻ കാരണം അങ്ങനെയാണ്. ശുചാം പദാത്ത് എന്ന് വെച്ചാൽ, ശുചാം എന്നാൽ ദുഃഖത്തിൻ്റെ, പദാത്ത് എന്നാൽ ഉറവിടം, ദുഃഖത്തിൻ്റെ ഉറവിടമായ ഗൃഹാത്ത്, ആ കുടുംബത്തിൽ നിന്നും മർത്യഹ, ഒരു മനുഷ്യന് നിർവിദ്യേത, വിരക്തി ഉണ്ടാവാൻ ഇതൊരു കാരണമാണെന്ന്. കുടുംബജീവിതത്തിൽ നിന്നും, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും അറ്റാച്ച്മെൻറ്റുകൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, വിരക്തി എന്ന തലത്തിലേക്ക് മനസ്സ് പോവാൻ ഒരു മനുഷ്യനെ ഇത് സഹായിക്കും. സത്സന്താനങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? അവരച്ഛനമ്മമാരെ നന്നായി സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, നോക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവരോടും വളരെ സ്നേഹം വരുന്നു. ഇവിടെ രണ്ട് കൂട്ടരും അറ്റാച്ച്മെൻറ്റിൽ പെടുന്നു. അപ്പോൾ ഒരു കാരണവശാലും അവരൊരു വിരക്തി എന്ന അവസ്ഥയിലേക്ക് പോവുകയില്ല. അതേസമയം മോശം മക്കൾ ഉണ്ടാകുമ്പോൾ മക്കളെ അവനവൻ്റെ മക്കളാന്ന് പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറം അവർ ദുഷ്ടതകൾ നമ്മുടെ കൺമുന്നിൽ കാണിച്ചു കഴിയുമ്പോൾ അറ്റാച്ച്മെൻറ്റ് പോവും. എത്ര സ്വന്തം അമ്മയാണ് അച്ഛനാണെന്ന് പറഞ്ഞാലും ആ ഒരു സ്നേഹം അവിടെ കുറഞ്ഞു വന്ന് മമത കുറഞ്ഞു വരും. ആ അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു വന്നിട്ട് ആ ഒരു വിരക്തി എന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ അത് നയിക്കും. അതുകൊണ്ട് ആ ഒരച്ഛനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഒരു തലത്തിലേക്ക്, ഒരു വിരക്തിയിലേക്ക് അവൻ പോകാൻ ഈ ഒരു നല്ല മക്കൾ ഉണ്ടാകുന്നതിനേക്കാളും മോശം മക്കൾ ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന യാഥാർത്ഥ്യവും ഞാൻ ഇവിടെ തിരിച്ചറിഞ്ഞു. വലിയൊരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തി. ഇത്തരം ക്ലേശനിവഹാഗൃഹ, അതായത് ക്ലേശം, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന നരകമായി തിരിക്കുന്ന ഗൃഹജീവിതത്തിൽ നിന്നും ഒരു മനുഷ്യന് മുക്തി വരാൻ ഇങ്ങനെയുള്ള മോശം നടത്തിപ്പുകാരായ മക്കൾ ഉണ്ടാകുന്നത് ഒരർത്ഥത്തിൽ വരമായി ഞാൻ കാണുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു വിരക്തി വന്നു. മക്കൾ വേണം, കുടുംബം വേണം, അവരൊക്കെ നന്നാവണം, അവരുടെ കയ്യിൽ നിന്നൊക്കെ സ്നേഹവും സൗഭാഗ്യം
സംഭവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം, അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, ആ ഒരു ഭാവമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഇപ്പോൾ ഭാര്യ വേണം, കുടുംബം വേണം, മക്കൾ വേണം, ഇതൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് അദ്ദേഹം വിട്ടു. ആ മനസ്സ് അദ്ദേഹത്തിന് വിട്ടു. അത് വിടാൻ എന്താ കാരണം? അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. മകൻ്റെ ഒരു സ്നേഹം, ആ ഒരു ബഹുമാനം, ഇതൊന്നും അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റിയില്ല. ആ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരുവൻ രണ്ട് രീതിയിൽ പോകട്ടോ. ഇങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ ഒരു അച്ഛനോ അമ്മയ്ക്കും അതീവ ദുഃഖത്തിലായിട്ട് അവരങ്ങനെ മാനസികമായി തളർന്ന് ആ ദുഃഖത്തോടു കൂടി അവസാനിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ അംഗരാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാത്വികനാണ്. അതുകൊണ്ട് തന്നെ ആ നഷ്ടത്തെ, ആ വേദനയെ അദ്ദേഹം പോസിറ്റീവായി കണ്ടു. അതായത് ഇതാണ് എനിക്ക് കിട്ടിയ വരം. കാരണം അവൻ നല്ല മകനായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അറ്റാച്ച്മെൻറ്റിൽ പെട്ടേനെ. എൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് ഞാനിങ്ങനെ മമതയിൽപ്പെട്ട് ഞാൻ ഇങ്ങനെ ആ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിൽ ഞാൻ അങ്ങനെ സുഖമായിട്ട് ജീവിച്ചേനെ. അപ്പോൾ എനിക്കൊരിക്കലും ഈ ഭൗതിക ലോകത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് പോവില്ല. ഇത് കിട്ടാതായപ്പോൾ എനിക്ക് പിന്നെ അത് ആവശ്യമില്ലാണ്ടായി. അപ്പോൾ അതിൽ നിന്നൊരു വിരക്തി വന്നു. ആ വിരക്തി വരാൻ എന്നെ അനുഗ്രഹിച്ചത് ചീത്ത മകനുണ്ടായതാണ്. അപ്പോൾ ആ മഹർഷിമാർ അന്ന് അദ്ദേഹത്തിനോട് അശ്വമേധയാഗം നടത്തുമ്പോൾ മകനുണ്ടാവണം എന്ന് അങ്ങ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അടുത്തുനിന്ന് വരം മേടിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതായിരുന്നു. കാരണം അദ്ദേഹം നല്ല ഒരു രാജർഷിയാണ്, സജ്ജനമാണ്, സാത്വികനാണ്. അദ്ദേഹത്തിന് ഒരു വിരക്തി വന്ന് ഒരു മുക്തിയിലേക്ക് അദ്ദേഹം, ഒരു പരമമുക്തിയിലേക്ക് അദ്ദേഹം പോകണമെങ്കിൽ ഇവിടെ നിന്നും അദ്ദേഹത്തിനൊന്ന് വിരക്തനാവണം. ആ വിരക്തി വരണമെങ്കിൽ അദ്ദേഹം ഇങ്ങനെ നിഷ്കാമാവസ്ഥയിൽ ഒന്നിനോട് ആഗ്രഹമില്ല, എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ പോട്ടെ എന്ന അവസ്ഥയിൽ നിന്നിട്ട് കാര്യമില്ല. ഒരാഗ്രഹം ഉണ്ടാവണം, ആ ആഗ്രഹത്തിന് വേണ്ടി ശ്രമിക്കണം. ആ ആഗ്രഹം എന്നിട്ടും പൂർത്തീകരിക്കപ്പെടാതെ വരുമ്പോൾ ആഗ്രഹമാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം അതിൽ നിന്നും പൂർണ്ണ വിരക്തനാവും. ആ വിരക്തി അദ്ദേഹത്തിന് അറ്റാച്ച്മെൻറ്റിൽ നിന്നും വിടൽ അദ്ദേഹത്തിനെ കറക്റ്റായിട്ടുള്ള തലത്തിലേക്ക് കടത്തിവിടും. ആ കടത്തിവിടൽ അവിടെ സംഭവിക്കാൻ, അംഗരാജാവിന് അത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് മഹർഷിമാർ അദ്ദേഹത്തെ കൊണ്ട് ആ അശ്വമേധയാഗം സന്താന സൗഭാഗ്യം തരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം വെച്ച് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ അവർക്ക് പുത്രനുണ്ടായതും പുത്രനിൽ നിന്ന് ആ സൗഭാഗ്യം ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം തിരിച്ചറിവിലെത്തി. അപ്പോഴാണ്, അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് ആ തിരിച്ചറിവിലേക്ക് എത്തിയത്. ആ പോയിന്റ്, ആ തിരിച്ചറിവിലെത്തിയപ്പോൾ അതിനെ വേണമെങ്കിൽ ആളുകൾക്ക് രണ്ട് തരത്തിലെടുക്കാം. ഒരു വിഭാഗം അച്ഛനമ്മമാർ അതോടെ ദുഃഖിച്ച് ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ പോവാം. പക്ഷേ മറ്റൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇതിനെ വേറൊരു കാഴ്ചപ്പാടിൽ കാണാം. ആ കാഴ്ചപ്പാട് എന്താ? ഈ നഷ്ടം, എന്നെ ഈ അറ്റാച്ച്മെൻറ്റിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ എനിക്കിത് നഷ്ടപ്പെടുത്തിയത് എന്ന ഒരു കാഴ്ചപ്പാടിൽ ആ നഷ്ടത്തെ കാണാം. ഇതിപ്പോൾ സന്താനം എന്നല്ല, ഭാര്യയും ഭർത്താവും ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലിരിക്കുക, ഒന്നുകിൽ ഭാര്യ മരിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുക, ഇനി അല്ലെങ്കിൽ ഭാര്യ വഴിതെറ്റി സഞ്ചരിക്കുക, ഭർത്താവ് വഴിതെറ്റി സഞ്ചരിക്കുക, മക്കൾ മരിക്കുക, മക്കൾ വഴിതെറ്റി പോവുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതുണ്ടാകുമ്പോൾ നമ്മൾ വലിയ നഷ്ടം വന്നു, അയ്യോ ഇങ്ങനത്തെ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് നമുക്ക് കരഞ്ഞ് അവരെക്കുറിച്ച് വേവലാതിപ്പെട്ട് വിഷമിച്ച് അങ്ങനെ ജീവിക്കാം ഒരു കൂട്ടം ആളുകൾക്ക്. ഒരു കൂട്ടം വിവേകമുള്ള മനുഷ്യർ അവിടെ ആ പോയിന്റിൽ എത്തുമ്പോൾ, അത് അനുഭവിക്കുന്ന ആ പോയിന്റിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു തിരിച്ചറിവിലേക്ക് വരും. അതായത് ആ അറ്റാച്ച്മെൻറ്റിൽ നിന്നും എന്നെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ് എന്നിൽ നിന്നും ഭഗവാൻ അത് നഷ്ടപ്പെടുത്തിയത്. ആ മമത എനിക്ക് പോകാൻ വേണ്ടിയാണ്. കാരണം ഈ മമത പോകണം, ഈ ലോകത്തിലെ സകലതിനോടുമുള്ള ഈ മമത അതുണ്ടല്ലോ, ആ സാധനം പോകണം, അത് പോകാൻ. എന്നിട്ട് മമത ഭഗവാനോട് വരണം. അപ്പോഴാണ് ആ ഭഗവാൻ നമ്മിൽ പ്രസാദിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെയാണ് മമത വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കിട്ടാതെ വരുമ്പോൾ, നടക്കാതെ വരുമ്പോഴാണ് അതിനോടുള്ള. പക്ഷേ ഇതിലും രണ്ട് തലമുണ്ട്. ചിലവർക്ക് ഇത് നടക്കാതെ വരുമ്പോൾ ഒരു നിരാശയും മടുപ്പും വരും. അതിനെയും ആൾക്കാർ വിരക്തി എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് കേട്ടോ. ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ വരുമ്പോൾ, നല്ലൊരു കുടുംബജീവിതം ഇല്ലാണ്ട് വരുമ്പോൾ വല്ലാത്തൊരു നിരാശയും വല്ലാത്തൊരു മടുപ്പൊക്കെ ജീവിതത്തിൽ തോന്നും. ഭഗവാനോടൊന്നും പ്രാർത്ഥിക്കാനും തോന്നില്ല. ചിലർ അതിനെ, ആ നിരാശയെ വിരക്തിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. അതല്ല വിരക്തി, അത് നടക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തിൻ്റെ കാഠിന്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് വേണ്ടാതാവലാണ്. അംഗരാജാവിന് സംഭവിച്ചത്
തിരിച്ചറിവാണ്, ആഗ്രഹമാണ്. അത് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോഴാണ് എനിക്ക് ഈ ദുഃഖം ഉണ്ടായത്. അപ്പോൾ ആ ആഗ്രഹമാണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തെങ്കിലും ഒന്ന് ഈ ഭൂമിയിൽ നിന്ന് വേണം എന്നുള്ള ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. അതിനെയാണ് വിരക്തി. ആ തലത്തിലുള്ള ആ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സെത്തി. അപ്പോൾ അംഗരാജാവിൻ്റെ കാഴ്ചപ്പാടിൽ പറയുകയാണ്, ഇവിടെ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, നമ്മൾ മമതയിലാണ് ഇരിക്കുന്നത് എന്നാണ് അർത്ഥം. ഇവിടെ ഏതെങ്കിലും സൗഭാഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾ ആ മമതയിൽ നിന്നും അത്രയും അറ്റാച്ച്മെൻറ്റ്, മായാബന്ധനത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അതിനെ മനസ്സിലാക്കണമെന്ന് അംഗരാജാവ് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് അത് മനസ്സിലാക്കി. അങ്ങനെ പരിപൂർണ വിരക്തനായിട്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നത്. ആ വിരക്തി, ആ ഒരു തലത്തിലേക്ക്, അറ്റാച്ച്മെൻറ്റിൽ നിന്നും വിടുക എന്ന തലത്തിലേക്ക് അദ്ദേഹത്തിനെ എത്തിക്കാൻ വേണ്ടിയാണ് അന്ന് മഹർഷിമാർ ഇത് പ്രാർത്ഥിക്കാനും ഇതൊക്കെ ചെയ്യാനും മഹാവിഷ്ണു ഒരു സന്താനത്തെ കൊടുത്തതിനും ഒക്കെ കാരണമായത് ഇതായിരുന്നു. അങ്ങനെ ശ്ലോകം 47 ഏവസ നിർവിണ്ണമന നൃപോ ഗൃഹാത് നിശീത ഉത്ഥായ മഹാ ഉദയ ഉദയാത് അലബ്ധ നിദ്രഹ അനുപലക്ഷിത നൃഭിഹി ഹിത്വാ ഗതോ വേനസുവം പ്രസുപ്താം. അങ്ങനെ ഏവം ഇത് തിരിച്ചറിഞ്ഞ ഈ അംഗരാജാവ് ഇപ്രകാരം സ നിർവിണ്ണമന, അങ്ങനെ വിരക്തമായ മനസ്സോടുകൂടി നൃപഹ അംഗരാജാവ് ഗൃഹാത്ത് വീട്ടിൽ നിന്നും അലബ്ധ നിദ്ര ഉറക്കം വരാതെ ഒരു ദിവസം രാത്രി, അലബ്ധ നിദ്ര എന്ന് വെച്ചാൽ ഉറക്കം വരാണ്ട് നിന്ന ആ പാതിരാത്രിയിൽ നിശീത ഉത്തായ കിടക്കയിൽ നിന്നും എഴുന്നേറ്റിട്ട് മഹാ ഉദയ ഉദയാത്ത് എല്ലാ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്വന്തം രാജ്യവും പ്രസുപ്താം വേനസുവം, പ്രസുപ്താം നല്ല ഗാഠനിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന വേനസുവം, വേനൻ്റെ മാതാവായ സുനീത സ്വന്തം ഭാര്യയെ പോലും ഹിത്വ ഉപേക്ഷിച്ചിട്ട് അനുപലക്ഷിത നൃഭിഹി, അതായത് ജനങ്ങളാരുടെയും കണ്ണിൽപ്പെടാതെ ആരും കാണാതെ ഗതഹ ആ കൊട്ടാരം രാജ്യം വിട്ട് അദ്ദേഹം പോയി എന്നാണ്. അങ്ങനെ ഈ തിരിച്ചറിവിലെത്തിയപ്പോൾ പരിപൂർണ വിരക്തനായിട്ട്, അയ്യോ എൻ്റെ ഭാര്യയെ ഇനി കാണാൻ പറ്റില്ലല്ലോ, ഈ രാജസിംഹാസനം, ഈ കൊട്ടാരം, ഇതൊന്നും ഇനി കാണാൻ പറ്റില്ല എന്നൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. അതായത് അദ്ദേഹം പൂർണ്ണ വിരക്തനായി, അറ്റാച്ച്മെൻറ്റ് പോയി അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പാതിരാത്രി ഉറക്കം വരാതെ കിടന്ന ഒരു ദിവസം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് തൊട്ടടുത്ത് നന്നായി ഗാഠനിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയോട് പറയാതെ അവളെയും ആ രാജ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം അങ്ങനെ വിരക്തമായ മനസ്സോടെ അംഗരാജാവ് വനത്തിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി. ശ്ലോകം 48 വിജ്ഞായ നിർവിദ്യ ഗതം പതിം പ്രജാഹ പുരോഹിത അമാത്യ സുഹൃദ്ഗണാദയ വിജിക്യു ഉർവ്യാം അതിശോകകാതര യഥാ നിഗൂഢം പുരുഷം കുയോഗിനഃ. വിജ്ഞായ മനസ്സിലായി, നിർവിദ്യ ഗതം പതിം പ്രജ എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക്, പതി അവരുടെ രാജാവായിട്ടുള്ള അംഗരാജാവ് നിർവിദ്യ ഗതം വിരക്തനായിട്ട് രാജ്യം ഉപേക്ഷിച്ചു പോയി എന്ന് വിജ്ഞായ മനസ്സിലായി. അപ്പോൾ പുരോഹിത അമാത്യ സുഹൃദ്ഗണാദയ, പുരോഹിതന്മാർ, മന്ത്രിമാർ, സുഹൃത്തുക്കൾ മുതലായവരെല്ലാവരും കൂടി വിജിക്യുഹു എന്ന് വെച്ചാൽ അന്വേഷിച്ചു, ഉർവ്യാം ഭൂമി മുഴുവനും അംഗരാജാവിനെ അന്വേഷിച്ചു നടന്നു. അതിശോകകാതര അതീവ ദുഃഖത്തോടു കൂടി അവർക്കറിയാം രാജാവിൻ്റെ ഈ വിരക്തിക്ക് കാരണം മകൻ്റെ ദുഷ്പ്രവൃത്തികളാണെന്ന്. അപ്പം അതീവ ദുഃഖത്തോടെ പുരോഹിതരും മന്ത്രിമാരും സുഹൃത്തുക്കളും ഒക്കെ രാജാവിനെ അന്വേഷിച്ച് ഭൂമി മുഴുവൻ ചുറ്റി നടന്നു എന്ന്. പക്ഷേ യഥാ ഏതുപോലെ കുയോഗിനഃ ഒരു യോഗിയാവാൻ അയോഗ്യരായിട്ടുള്ള ആളുകൾ നിഗൂഢം പുരുഷം നിഗൂഢമായിരിക്കുന്ന ആ ഭഗവാനെ, അതായത് ശരീരരൂപത്തിൽ അല്ലാതെ അദ്വൈതമായിരിക്കുന്ന ആ സാക്ഷാൽ പരമാത്മാവിനെ കണ്ടെത്താൻ കഴിയാത്തതുപോലെ യഥാ എന്ന പോലെ ഭൂമി മുഴുവൻ ചുറ്റി നടന്നിട്ടും അവർക്ക് അംഗരാജാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന്. അതാണ് കുയോഗിന. ഒരു യോഗിയുടെ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലാത്ത അയോഗ്യരായ
യോഗികൾ, ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലാത്ത അയോഗ്യരായ ഒരു യോഗിക്ക് സ്വന്തം ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഭഗവാനെ കണ്ടെത്താൻ കഴിയില്ല. കാരണം അവൻ ആ യോഗാവസ്ഥയെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ അവൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഭഗവാനെ എത്ര അന്വേഷിച്ചാലും കണ്ടെത്താൻ കഴിയാത്തതുപോലെ, അതാണ് അവിടെ ഉദാഹരണം പറയുന്നത്. അതുപോലെ സുഹൃത്തുക്കളും മന്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ ഭൂമി മുഴുവൻ ചുറ്റി നടന്നിട്ടും അംഗരാജാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം രാജാവ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. ഇനി തിരിച്ചു വരണം, എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ആരുടെയും കണ്ണിൽ പെടാത്തൊരു സ്ഥലത്തേക്ക് പോകില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും എന്നെ കണ്ടെത്തും എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അവർ മറഞ്ഞിരിക്കുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്നെ അന്വേഷിച്ച് വരും, എന്നെ കാണും, അപ്പം ഞാൻ അവരുടെ കൂടെ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ വെച്ച് പോകുന്നവർ അങ്ങനെയാണ്. പക്ഷേ അംഗരാജാവ് ഇനി ഒരു തിരിച്ചു വരവ് ആഗ്രഹിച്ചേയില്ല. അത്രയ്ക്ക് വിരക്തിയോടെയാണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് തന്നെ ഇവർ ഭൂമി മുഴുവൻ ചുറ്റി നടന്നിട്ടും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു യോഗാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലാത്ത ഒരാള് ആ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനെ എത്ര അന്വേഷിച്ചാലും കണ്ടെത്താൻ കഴിയാത്തതുപോലെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നർത്ഥം. ശ്ലോകം 49. അലക്ഷയന്തഃ പദവീം പ്രജാപതേ ഹത ഉദ്യമ പ്രത്യുപസൃത്യ തേ പുരീം ഋഷീൻ സമേതാനഭിവന്ദ്യ സ ആശ്രവോ ന്യവേദയൻ പൗരവ ഭർതൃവിപ്ലവം. അലക്ഷയന്ത കാണാതായപ്പോൾ, പദവിയും ഒരു കാര്യവും, പ്രജാപതേ തങ്ങളുടെ പ്രജാപതിയായ അംഗരാജാവിനെ കുറിച്ചുള്ള പദവിയും ഒരു വിവരവും അലക്ഷയന്ത കിട്ടാതായപ്പോൾ, കാണാതായപ്പോൾ, ഹത ഉദ്യമ്യ അവർ ആ അന്വേഷണം അവസാനിപ്പിച്ച് പ്രത്യുപസൃത്യ തേ പുരീം തിരിച്ചു വന്നു, സ്വന്തം നഗരത്തിലേക്ക് അവർ തിരിച്ചു വന്നു. മറ്റേത് ഭൂമി മുഴുവൻ നടക്കുകയായിരുന്നു അന്വേഷിച്ചിട്ട്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതായപ്പോൾ അന്വേഷണമൊക്കെ നിർത്തിയിട്ട് മന്ത്രിമാരും സുഹൃത്തുക്കളും പുരോഹിതന്മാരും ഒക്കെ കൊട്ടാരത്തിലേക്ക് തന്നെ, ആ രാജധാനിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ ഋഷീൻ സമേതാൻ മഹാമുനിമാരെല്ലാം സമ്മേളിച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നു അഭിവന്ദ്യ അവരെ നമസ്കരിച്ചിട്ട് സ ആശ്രവോ കണ്ണീരോട് കൂടിയിട്ട് ഭർതൃവിപ്ലവം പിതാവ് നഷ്ടപ്പെട്ട മക്കളെ പോലെ രാജാവിനെ നഷ്ടപ്പെട്ടതോർത്ത് കണ്ണീരോട് കൂടിയിട്ട് പൗരവ എന്ന് വിളിക്കുന്നത് ഇവിടെ വിതുരരെയാണ് കേട്ടോ. മൈത്രേയ മഹർഷി അല്ലയോ വിതുരരെ അവരങ്ങനെ നിവേദയൻ മുനിമാരെ അറിയിച്ചു, രാജാവിനെ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് അറിയിച്ചു എന്ന്. അപ്പോൾ എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ പറ്റാത്ത ഒരു വിവരവും ഇല്ലാതായപ്പോൾ അന്വേഷണം അവസാനിപ്പിച്ച് അവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. കൊട്ടാരത്തിൽ മഹാമുനിമാർ സമ്മേളിച്ചിരിക്കുന്നിടത്ത് വന്ന് അവരെ നമസ്കരിച്ചിട്ട് രാജാവിനെ നഷ്ടപ്പെട്ട വേദനയോടെ ദുഃഖത്തോടു കൂടി അവർ മഹർഷിമാരോട് പറഞ്ഞു എന്നാണ്. രാജാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു എന്ന് മൈത്രേയ മഹർഷി വിതുരരോട് അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയാണ് അധ്യായം 14 വേനൻ്റെ കഥ പറയാൻ പോകുന്നത്. വേനൻ ഇനി പച്ചൻ പോയി, ഇനിയാണ് വേനൻ രംഗത്ത് വരാൻ പോകുന്നത്. അതാണ് ഇനി നമ്മൾ അധ്യായം 14 കാണുന്നത്. അപ്പം അംഗരാജാവ് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും വലിയൊരു സത്യത്തെ പഠിച്ചു. ആ പഠിച്ചതാണ് അവിടെ നമ്മളെ അറിയിച്ചത് എന്ന് സാരം. നമസ്തേ.